ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ പരാതിയിൽ പി വി അൻവർ എംഎൽഎയുടെ മൊഴിയെടുക്കൽ തുടരുകയാണ്. തൃശൂർ ഡിഐജിയാണ് മൊഴിയെടുക്കുന്നത്. അതിനിടെ പോലീസിനെതിരെ വീണ്ടും ആരോപണവുമായി അൻവർ രംഗത്തെത്തി. 16 വർഷം പഴക്കമുള്ള പീഡന പരാതിയിൽ പോലീസ് എഫ്ഐആർ ഇട്ടു. വീട്ടമ്മയുടെ പരാതിയിൽ പോലീസിനെതിരെ എന്തുകൊണ്ടാണ് ബലാത്സംഗ പരാതിയിൽ എഫ്ഐആർ കേസെടുക്കാത്തതെന്നും പി വി അൻവർ ചോദിച്ചു. മുകേഷിനോട് പോലീസ് വിവേചനം കാണിച്ചുവെന്നും പി വി അൻവർ കുറ്റപ്പെടുത്തി. ഇടതുപക്ഷ എംഎൽഎ ആയ കൊല്ലത്തെ മുകേഷ് എംഎൽഎക്ക് 10 കൊല്ലം 15 കൊല്ലം മുമ്പ് തോണ്ടി പിടിച്ചു എന്നൊക്കെ പറയുന്ന കേസിന് എന്ത് അടിസ്ഥാനമുള്ളത്? എന്തിലാണ് പോലീസ്, എന്ത് ബേസിലാണ് പോലീസ് എഫ്ഐആർ ഇട്ടിട്ടുള്ളത്? അത് 10-15 കൊല്ലം മുമ്പുള്ളതാ. ഇത് 5-8 മാസം മുമ്പ് ആ നാട്ടിൽ ആ വീട്ടിൽ ചെന്ന് ആ സ്ത്രീയെ മോശമായി പെരുമാറി പീഡിപ്പിച്ചു, പോലീസ് ഓഫീസിൽ വെച്ച് പീഡിപ്പിച്ചു. ഇത് അന്വേഷിക്കാൻ നമ്മുടെ ഏജൻസി ഉണ്ടല്ലോ. എന്താ ഒരു എഫ്ഐആർ ഇട്ടല്ലോ കുഴപ്പം? എഫ്ഐആർ ഇട്ടിട്ട് ഈ സ്ത്രീ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യാനുണ്ട്. എഫ്ഐആർ എന്നത്തേക്കുമല്ല, ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ടാണ്. ഫസ്റ്റ് ഇൻഫർമേഷൻ റിപ്പോർട്ട് ഷുഡ് ബി രജിസ്റ്റേർഡ്. പ്രത്യേകിച്ച് സ്ത്രീകളെടുത്താണെങ്കിൽ എന്താ രജിസ്റ്റർ ചെയ്താൽ? ഐജിയുടെ നേതൃത്വത്തിലുള്ള ഒരു വനിതാ സംഘം അന്വേഷിക്കട്ടെ പോലീസ്. ഇവർ പറഞ്ഞത് കളവാണെങ്കിൽ അത് റെഫർ ചെയ്യട്ടെ. അപ്പോൾ 10 കൊല്ലം മുമ്പ് ഇടതുപക്ഷ എംഎൽഎ എതിരെ ഏതെങ്കിലും ഒരു എന്റെ പേരിലും പറയാലോ, ഇനിയിപ്പോൾ ഏതെങ്കിലും പെണ്ണുങ്ങൾക്ക് വന്നിട്ട് ഇവർ പറയിപ്പിക്കില്ല എന്ന് തോന്നുന്നു. 10 കൊല്ലം മുമ്പ് അവിടുന്ന് തോണ്ടി ഇവിടുന്ന് പിച്ചി എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ മുകേഷിനെതിരെ കേസെടുക്കാം. സ്വന്തം നാട്ടിൽ ഉത്തരവാദിത്തപ്പെട്ട പാർട്ടി നേതാക്കളുടെ സാന്നിധ്യത്തിൽ, പൊതുപ്രവർത്തകരുടെ സാന്നിധ്യത്തിൽ, വനിതാ നേതാക്കളുടെ സാന്നിധ്യത്തിൽ ഒരു പത്രപ്രവർത്തകൻ, ഒരു സ്ത്രീ മണിക്കൂറുകളോളം ഇരുന്ന് കൊടുത്ത അനുഭവങ്ങൾ ഉണ്ടായിട്ട് എസ് പിക്ക് ഒരു പരാതി കൊടുത്തിട്ട് കേസെടുക്കൂല. സി വി അനുമോദ് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അനുമോദ്, 2 കാര്യം. ഒന്ന്, പി വി അൻവറിന്റെ മൊഴി അന്വേഷണ സംഘം രേഖപ്പെടുത്തുന്നുണ്ട്. രണ്ടാമത്, പി വി അൻവർ ഇന്നും മാധ്യമങ്ങളെ കണ്ടു, പോലീസിനെതിരെ രൂക്ഷമായ വിമർശനം ഉന്നയിച്ചു. പ്രതിപക്ഷത്തിനെതിരെ ആഞ്ഞടിക്കുന്ന പ്രതികരണമാണ് അൻവറിന്റെ ഭാഗത്തുനിന്നുണ്ടായത്. നമുക്ക് ആദ്യം അതിലേക്ക് വരാം. അതിനു മുൻപ് അൻവറിന്റെ മൊഴിയെടുക്കുന്ന നടപടി ഇപ്പോഴും തുടരുകയാണോ? ഏതൊക്കെ അന്വേഷണ ഉദ്യോഗസ്ഥരാണ് ഈ മൊഴിയെടുക്കൽ, ഈ അൻവറിന്റെ മൊഴിയെടുക്കുന്നത്? എന്തൊക്കെ കാര്യങ്ങളാണ് അൻവറിൽ നിന്നും ചോദിച്ചറിയുന്നത് അനുമോദ്? ടോം, തൃശൂർ ഡിഐജി തോംസൺ ജോസാണ് ഈ അന്വേഷണ സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. അൻവറിന്റെ മൊഴിയെടുക്കൽ നടപടിക്ക് നേതൃത്വം കൊടുക്കുന്നത് അദ്ദേഹമാണ്. 11 മണിയോടെയാണ് മൊഴിയെടുക്കൽ നടപടികൾ ആരംഭിച്ചത്. ഇപ്പോഴും തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും മണിക്കൂറുകൾ എടുക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇന്നലെ തന്നെ പി വി അൻവർ താൻ മുഖ്യമന്ത്രിക്ക് നൽകിയ 15 പരാതികൾ അത് മാധ്യമങ്ങളുമായി പങ്കുവച്ചിരുന്നു. അതിൽ റിധാൻ ബേസിൽ വധക്കേസുണ്ട്, സ്വർണ്ണക്കടത്ത് കേസിൽ തന്റെ ആക്ഷേപങ്ങളുണ്ട്, അതുപോലെ തന്നെ അരീക്കോട് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ കേസെടുത്തതുണ്ട്, അതേപോലെ ADGP അജിത് കുമാറിനെതിരായ ആക്ഷേപങ്ങളുണ്ട്, തുടങ്ങി ഈ സോളാർ കേസ് അട്ടിമറിച്ച വിഷയമുണ്ട്. അങ്ങനെ വിവിധ വിഷയങ്ങളിൽ താൻ നടത്തിയ അന്വേഷണങ്ങൾ, തന്റെ കൈവശമുള്ള തെളിവുകൾ, ഇതെല്ലാം തന്നെ അദ്ദേഹം മാധ്യമങ്ങൾക്ക് മുൻപിൽ പലതവണ ഹാജരാക്കിയതാണ്. അതിനപ്പുറം തന്റെ കൈവശമുള്ള തെളിവുകൾ കൂടി ഈ ഒരു മൊഴിയെടുക്കൽ നടപടിയിൽ പോലീസ് സംഘത്തിന് കൈമാറുമെന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. ഇന്നലെ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹം സ്വർണ്ണക്കടത്ത് സംബന്ധിച്ച് തന്റെ ഒബ്സർവേഷനും തന്റെ നിരീക്ഷണവും തന്റെ അന്വേഷണവും ഒക്കെ പങ്കുവച്ചതാണ്. അപ്പോൾ ഇതൊക്കെ ഈ പറഞ്ഞതിനപ്പുറത്തേക്ക് എന്ത് തെളിവ് അദ്ദേഹം ഹാജരാക്കും എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹം മലപ്പുറം മുൻ SP സുജിത് ദാസിന്റെ ഫോൺ സന്ദേശമാണ് അദ്ദേഹം ഇതിനുവരെ മാധ്യമങ്ങൾക്ക് മുമ്പിൽ ആരാണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്ന തരത്തിൽ അവതരിപ്പിച്ചിട്ടുള്ളത്. മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ശബ്ദരേഖയാണ് അദ്ദേഹം അവതരിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ശബ്ദരേഖകൾക്കപ്പുറം മറ്റെന്തെല്ലാം തെളിവുകൾ അദ്ദേഹം നൽകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത്. ഒപ്പം തന്നെ അദ്ദേഹത്തിന് പറയാനുള്ള മൊഴി അത് രേഖപ്പെടുത്തുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ആക്ഷേപങ്ങൾ ഉന്നയിക്കുന്നു, പ്രത്യേകിച്ച് മലപ്പുറത്തെ മരമുറി കേസ് സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ആക്ഷേപം. ഇതൊക്കെ ഈ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ, പരാതി, ഇതിനപ്പുറം അദ്ദേഹം എന്തെല്ലാം കൈമാറും എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അത് ഈ ഫോൺ ശബ്ദരേഖകളൊക്കെ മണിക്കൂറുകൾ നീണ്ടു നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഏറെ സമയം അത് എടുക്കും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. ഇന്ന് വൈകുന്നേരമാകും ഈ നടപടികൾ പൂർത്തിയാക്കാൻ എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്താണെങ്കിലും ഇതിന് ശേഷം അദ്ദേഹം ഈ മലപ്പുറത്തെ പോലീസ് സംഘത്തിന്റെ
പ്രത്യേകിച്ച് SP-യുടെ കീഴിലുള്ള ഡാൻസ് ഓഫ് സംഘത്തിന്റെ അതിക്രമങ്ങളെക്കുറിച്ചും ഒരുപക്ഷെ ഈ DIG മുമ്പാകെ അതിക്രമങ്ങളെന്ന് അൻവർ ആരോപിക്കുന്ന സംഭവങ്ങളെക്കുറിച്ചും DIG മുമ്പാകെ അവതരിപ്പിക്കാൻ സാധ്യതയുണ്ട്. അതിനെ സാധൂകരിക്കുന്ന തരത്തിലുള്ള തെളിവുകൾ ഹാജരാക്കാനും വ്യക്തികളെ കൊണ്ടുവരാനും അദ്ദേഹം ശ്രമിക്കുന്നുണ്ട്. എന്താണെങ്കിലും ഈ ഒരു നടപടികൾ ഇന്ന് രാത്രിയോളം നീളുമെന്നാണ് പ്രാഥമിക. തീർച്ചയായും അതോടൊപ്പം അനുമോദ് അറിയേണ്ടത് ഇന്നലെ ഒരു ചാനൽ പുറത്തുവിട്ട ഈ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരായ ബലാത്സംഗ പരാതി, ഈ സംഭവത്തിൽ ആ വീട്ടമ്മ പോലീസിൽ പരാതി നൽകി. ഇതുവരെയും ഈ സംഭവം നടന്ന് ഈ ആരോപണം ഉയർന്ന് 24 മണിക്കൂർ കഴിഞ്ഞിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയെടുക്കാത്തതിലെ അമർഷവും PV അൻവർ പങ്കുവയ്ക്കുന്നുണ്ട്. ഇതിനെ താരതമ്യം ചെയ്യുന്നത് മുകേഷിന്റെ കേസുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ അത് യാതൊരു യുക്തിയുമില്ലാത്ത സംഭവമാണ്. പക്ഷെ എന്താണ് പോലീസിന്റെ നിലപാട്? ആ വീട്ടമ്മയുടെ ബലാത്സംഗ പരാതിയുമായി ബന്ധപ്പെട്ട് പോലീസിന്റെ നിലപാട് എന്താണ്? കാരണം അവരുടെ പരാതിയിൽ പോലും ചില വിശ്വാസ്യത ചില പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കുമോ പോലീസ് ഇതുവരെയും ഈ സംഭവത്തിൽ യാതൊരു നടപടിയും സ്വീകരിക്കാത്തത്? അനുമോദ്, ഇന്ന് ആ വിഷയവുമായി ബന്ധപ്പെട്ട ചില സംഭവവികാസങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ആരോപണം ഉന്നയിച്ച വീട്ടമ്മ അവർ പൊന്നാനി പോലീസ് സ്റ്റേഷനിലെത്തി മൊഴി അല്ലെങ്കിൽ അവരുടെ പരാതി നൽകിയിട്ടുണ്ട്. പക്ഷേ അതേസമയം തന്നെ ഇന്നലെ നമ്മളുടെ ഈ ഒരു വിഷയത്തിൽ പ്രതികരിച്ച താനൂർ DYSP VV ബെന്നി അദ്ദേഹത്തിന്റെ പരാതി ആക്ഷേപം SP-ക്ക് മുമ്പാകെ നൽകിയിട്ടുണ്ട്. അതായത് ഈ മുട്ടിൽ മരമുറി കേസിലെ ഇടപെടലാണ് ഈ ഒരു പരാതിക്ക് പിന്നിലെന്നാണ് അദ്ദേഹം SP-ക്ക് നൽകിയ പരാതിയിൽ ഉള്ളത്. അന്വേഷണം വഴിതിരിച്ചിടാനുള്ള ശ്രമമാണ് ഈ മരമുറി കേസിൽ പ്രതികളായ ചാനൽ ഉടമകൾ അവരുടെ ചാനൽ വഴി അത്തരത്തിലുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നൊരു ആക്ഷേപമാണ്, പരാതിയാണ് അദ്ദേഹം ഉന്നയിച്ചിരിക്കുന്നത്. അത് സംബന്ധിച്ച് കൂടുതൽ വിശദമായ അന്വേഷണം വേണം എന്ന ഒരു കാര്യമാണ് അദ്ദേഹം SP-ക്ക് നൽകിയ പരാതിയിലുള്ളത്. സമാനമായ ഈ ഒരു പരാതി വളരെ പ്രധാനപ്പെട്ടതായിട്ട് തന്നെയാണ് പോലീസ് വിഭാഗം കാണുന്നത്. അതേസമയം ഈ പരാതിക്കാരിയുടെ മൊഴി, അത് ഇപ്പോൾ അഡീഷണൽ SP ആണ് ഈ ഒരു പരാതിക്കാരിയുടെ മൊഴി രേഖപ്പെടുത്തുകയും അത് സംബന്ധിച്ച് അന്വേഷണം നടത്തുകയും ചെയ്യുക. അതിനുശേഷമാകും ഈ VV ബെന്നിയുടെ പരാതി പൊന്നാനി സ്റ്റേഷനിൽ എടുക്കുക എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്നാണെങ്കിലും പരാതിക്കാരി എന്ത് പറയുന്നു, അതിന്റെ തെളിവുകൾ എന്തെല്ലാം എന്നുള്ള കാര്യങ്ങളൊക്കെ പോലീസ് പരിശോധിക്കുമെന്ന് ഉറപ്പാണ്. അതൊരു ഇരയാണ്. ഈ സ്വാഭാവികമായിട്ട് ഇരയ്ക്ക് കിട്ടുന്ന നീതിയുണ്ട്. അത് ഒരു പ്രത്യേക കേസിൽ നമുക്ക് ഒരു സ്ത്രീക്ക് ഒരു നീതി, മറ്റൊരു കേസിൽ മറ്റൊരു സ്ത്രീക്ക് മറ്റൊരു നീതി എന്ന് പറയുന്നത് യുക്തിയല്ല. അതുകൊണ്ട് തന്നെ അവർ പരാതി ഉന്നയിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിയമപരമായിട്ട് നൽകേണ്ട കാര്യങ്ങൾ അവർക്ക് നൽകും. എന്നാൽ അത് സംബന്ധിച്ച് വിശദമായ അന്വേഷണവും പരിശോധനയും ഒക്കെ ഉണ്ടാകുമെന്നുള്ളതും വ്യക്തമാണ്. ടോം. വ്യക്തമാണ്. CV അനുമോദാണ് മലപ്പുറത്തുനിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ പോലീസ് ഉന്നതരെ പ്രതിക്കൂട്ടിൽ നിർത്തുന്ന മറ്റൊരു കേസാണ് മാമി തിരോധാന കേസ്. അതിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടിട്ടുണ്ട്.